അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ 4th ഡേ ഓഫ് കാശ്മീർ ട്രിപ്പ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് തന്മർഗിലേക്കാണ്. തന്മർഗ് ഡ്രങ്ക് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഗുൽമർഗ് പോയ സമയത്ത് അത് കാണാൻ പറ്റിയിട്ട, അതുകൊണ്ടിപ്പോൾ ഇന്ന് 4th ഡേ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് രാത്രി നമ്മൾ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ഉള്ളത്. നാളെ എന്നിട്ട് ഹൗസ് ബോട്ടിന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്കാണ്. നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. നാളെ നേരെ രാവിലെയാണ് ഞങ്ങൾ ഫ്ലൈറ്റ് വരുന്നത്. യെല്ലോ ആൻഡ് റെഡ് തീമിലാണ് എല്ലാവരും ഉള്ളത്. ചോട്ടാസൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. സൗണ്ടൊക്കെ ഈ ദിവസം നമുക്ക് ശരിക്കും അടഞ്ഞു. ഒന്നുമില്ല സർ, ഇന്നൊന്നുമില്ല. ഇങ്ങനെ സാധാരണ ഉണ്ടായത്. എന്തോ ഞങ്ങൾക്ക് നല്ല ലക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ നല്ല സ്നോഫോളും കാര്യവും വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ. ഇന്നിപ്പോൾ നോർമലായി. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, പിന്നെ നല്ല സർവീസ് ആയിരുന്നു. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. ചഫ്രാജ് എല്ലാം ഇന്ന് റെഡും യെല്ലോ തീമില്ല. अरे मणि भाई, ഞങ്ങളങ്ങനെ തന്മർഗ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയിൻ ടാക്സി അല്ലെങ്കിൽ ATV ബൈക്ക്, ഈ 2 ഓപ്ഷൻസാണ് ഞങ്ങൾക്കുള്ളത് ഡ്രങ്ക് വാട്ടർഫോൾ കാണാൻ വേണ്ടി. ഞങ്ങളങ്ങനെ ATV ബൈക്കാണ് നോക്കുന്നത്. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ATV എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലോണം ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് തന്നെ കിട്ടും. ആദ്യം അവർ നല്ല റേറ്റ് പറയും, അപ്പോൾ ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കണം. ഇന്നത്തെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, അതേപോലെ തന്നെ കുറച്ച് വെയിലും ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് കുറച്ച് ഓക്കെയാണ് ബാക്കിയുള്ള ദിവസം കമ്പയർ ചെയ്യുമ്പോൾ. ഈ ഒരു ഏരിയയിൽ നല്ല സീനറി കേട്ടോ. വരുന്ന വഴിയും നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഹൗസസ് കാണുന്നുണ്ട്. ഇതൊക്കെ ആൾക്കാർ താമസമുള്ള ഒരു ഏരിയ ആയിട്ട് കാണുന്നത്. പിന്നെ നല്ല മഞ്ഞുമലകളും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അങ്ങനെ ഒരുപാട് നേരത്തെ ബാർഗെയിനിങ് ശേഷം ഞങ്ങൾ ATV ബൈക്ക് തന്നെ ബുക്ക് ചെയ്തു. എല്ലാ ബൈക്കിലും ഓരോ ബൈക്ക് റൈഡേഴ്സ് ഉണ്ടാവും ഞങ്ങളെ കൂടെ. അപ്പോൾ അവരാണ് നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇൻസ്ട്രക്റ്റൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ബൈക്ക് റൈഡ് ചെയ്യാനൊക്കെ ഇവർ തരും. സോ ഹിയർ ഗോസ് അനദർ എക്സ്പീരിയൻസ് ഓഫ് ATV ബൈക്ക്. ATV പോകുന്ന വഴി പറയാനാണെങ്കിൽ ഭയങ്കര രസം കേട്ടോ. 2 സൈഡും കംപ്ലീറ്റ്ലി മഞ്ഞ് കൊണ്ട് മൂടിയ വഴിയാണ് വരുന്നത്. ജസ്റ്റ് നമുക്കൊരു റോഡ് മാത്രം ഇങ്ങനെ കുറച്ച് കാണാനുണ്ട്. പക്ഷേ ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇതും കാണാനില്ല. സത്യം പറഞ്ഞാൽ റോഡ് ഉണ്ടോ എന്ന് തന്നെ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ. ശരിക്കും മഞ്ഞിലൂടെയുള്ളൊരു യാത്രയാണ് ഈ ATV ബൈക്ക് എന്ന് പറയുന്നത്. ATV റൈഡ് ശരിക്കും എൻജോയ് ചെയ്തോട്ടെ ഞങ്ങൾ ഓരോരുത്തരുള്ള യാത്ര. ആ തണുത്ത കാറ്റങ്ങ് മുഖത്തടിക്കുമ്പോഴും പിന്നെ ചുറ്റുമുള്ള ആ മഞ്ഞും മലകളും ആ ഒരു ഏരിയ ഒക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. പക്ഷെ ഞങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നമ്മളൊരു ചെയിനിട്ട കാറിൽ പോയാൽ കിട്ടൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും തന്മർഗിൽ വന്ന ATV റൈഡ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ബൈക്കിൽ പോകുമ്പോൾ. ATV ബൈക്കിൽ കുറച്ചധികം തന്നെ മുകളിലേക്ക് പോകാനുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് തണുത്ത കാറ്റ് മുഖത്തങ്ങ് അടിക്കുമ്പോൾ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അവർ നിർത്തിയിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുപ്പിക്കുന്നുണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. പിന്നെ പോകുന്ന വഴിയിൽ അവർ ഓരോ ഏരിയാസൊക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇവിടെ ആ ഒരു ഫിലിം ഷൂട്ട് നടന്നത്, ഇവിടെ ഈ ഒരു ഫിലിം ഷൂട്ട് നടന്നത്, അങ്ങനെ ഒരുപാട് ഫിലിം ഷൂട്ട്സ് ഏരിയ ഒക്കെ ഈ ഒരു തന്മർക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. കാരണം അത്രയും മനോഹരമാണ് ഇവിടുത്തെ വ്യൂവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവിടെ ഫിലിം ഷൂട്ട്സൊക്കെ നടക്കുന്നത്. പിന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസും ഒക്കെ ഇവർ നമുക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ.
ഈ തൻമർഗ് എന്ന ലൊക്കേഷൻ വരുന്നത് 14 കിലോമീറ്റേഴ്സ് ഫ്രം ഗുൽമർഗാണ്. പിന്നെ ഡ്രങ് വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രോസൺ വാട്ടർഫോൾ. അതൊരു ലോ ടെമ്പറേച്ചർ കാരണം, എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ കാരണമാണ് ആ വാട്ടർഫോൾ ഫുൾ ഫ്രോസ് ആയിട്ട് കിടക്കുന്നത്. അത് നേരിട്ട് കാണാനൊരു മെജസ്റ്റിക് വ്യൂ തന്നെയാണ്. സോ ഹിയർ ഈസ് എ ബ്യൂട്ടിഫുൾ ഡ്രാങ് വാട്ടർഫോൾ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഡ്രാങ് വാട്ടർഫോൾ ഈ ഒരു ഭംഗി നമുക്ക് കിട്ടുമെന്ന്. കാരണം കുറച്ച് ദിവസം മുന്നേ വരെ ഇത്ര ഫ്രോസൺ ആയിരുന്നില്ല. പെട്ടെന്നുള്ള ലോ ടെമ്പറേച്ചർ കാരണമായിരുന്നു 2 ദിവസം മുന്നേ ഇത്രയും ഫ്രോസായിട്ട് വാട്ടർ കിടക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ സെയിം ടു സെയിം അത്രയും ഭംഗിയുണ്ട് ഈ വാട്ടർഫോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഏരിയയിൽ നിന്ന് മാത്രം വാട്ടർ വരുന്നുണ്ട്, ബാക്കി മൊത്തം ഫ്രോസായി കിടക്കാണ് മൗണ്ടെയിൻ കംപ്ലീറ്റ്ലി. സോ ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. എല്ലാവരും ഇവിടെ വീഡിയോ എടുക്കാൻ തിരക്കില്ല സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുത്ത് നമുക്ക് മതിയായിട്ടില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ഓരോ ഫോട്ടോസിലും. ഇതെന്താണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു ലോക്കൽ ന്യൂസ് റിപ്പോർട്ടിംഗ് ചാനൽ അവർ ഡ്രങ് വാട്ടർഫോളിനെ കുറിച്ച് നിങ്ങളെ ലാംഗ്വേജിൽ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞതാണ്. ഇത് പറഞ്ഞ് നമ്മൾ ഒരുപാട് അവളെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ വാട്ടർഫോളിൻ്റെ ഭയങ്കര സൗണ്ട് കിട്ടിയിട്ട് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ അവിടെ വോയിസ് ചെയ്യായിരുന്നത്. അത്രക്കും ഭയങ്കര സൗണ്ടാണ് ആ വാട്ടർഫോളിന്. പിന്നെ ഈ കാണുന്ന മൊത്തം ഐസാണ്. ഞാൻ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതാണ്. എൻ്റെ മോനൊന്നും പറയണ്ട. പിന്നെ അവിടെ ഇരുന്നിട്ട് ഫുൾ ഐസ് കൊണ്ട് കളിയായിരുന്നു. നല്ല രസമാണ്, പക്ഷെ ഫുൾ സ്ലിപ്പറിയാണ് ആ ഭാഗം. കാരണം ഐസ് ആയതുകൊണ്ട് നടക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടും ഈ ഭാഗത്ത്. സത്യം പറഞ്ഞാൽ എത്ര ഫോട്ടോസും വീഡിയോസും എടുത്താലും മതിയാവാത്ത ഒരു ഏരിയ. കശ്മീർ ട്രിപ്പിൽ ഏറ്റവും അടിപൊളി സീനറിയായിട്ട് എനിക്ക് തോന്നിയത്. നേരിട്ട് എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ ആണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം കേട്ടോ. ഈ കാണുന്നത് ഒരു കാറാണ്. കംപ്ലീറ്റ്ലി മഞ്ഞിൽ മൂടിക്കിടക്കുക അത്രയും ഡെപ്തിൽ. അപ്പോൾ ഇവിടുത്തെ സ്നോഫോൾ എന്തായിരിക്കും അല്ലേ ഇത്രയും മഞ്ഞ് മൂടണമെങ്കിൽ. അങ്ങനെ തണുപ്പിന് നല്ലൊരു ഹോട്ട് കോഫി ഹോട്ട് ടീ ഒക്കെ എല്ലാവരും കുടിച്ച് കുറച്ച് ചില്ല് ചെയ്ത് അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ പോകാൻ പോകുന്നത് ATV ബൈക്കിൽ തന്നെ മുകളിലേക്കാണ്. അവിടെയാണ് നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യാനൊക്കെ അവർ തരാം. അവിടെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അവിടത്തേക്കാണ് ഞങ്ങൾ ഇനിയുള്ള യാത്ര. നോക്കിയേ
നല്ല അടിപൊളി ജാക്കറ്റ് തന്നെ ഇടണം കേട്ടോ ഈ തണുപ്പിന് പ്രതിരോധിക്കാൻ വേണ്ടി. കാരണം അത്രയും ലോ ടെമ്പറേച്ചറാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറുന്നോറും. എസ്പെഷ്യലി കുട്ടികൾക്ക് ഫേസൊക്കെ നല്ലോണം കവർ ചെയ്ത് ഇയറും ഫേസും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരത് നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത്. കാരണം ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. കാരണം നോർമലി നമ്മൾ ചെയ്തിട്ട് കാറിൽ പോകുന്ന ആ ഒരു ഇതല്ല, അത് നമ്മൾ വിൻഡോൻ്റെ ഉള്ളിലൂടെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതെന്ന് അങ്ങനെയല്ല, ആ തണുപ്പ് കംപ്ലീറ്റ്ലി ഞങ്ങളെ മുഖത്തേക്ക് അങ്ങ് അടിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ്, ഒരു റോഡായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫുള്ള് മഞ്ഞിൽ പോകുന്ന ഒരു യാത്ര. നോക്ക്, മുമ്പിൽ ഒരു റോഡായിട്ടൊന്നും ഇല്ല, ഇങ്ങനെ പോവാം. പിന്നെ ഈ മരങ്ങളുടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ സ്നോ വരുന്ന സമയത്ത് അവരൊന്ന് ബൈക്ക് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നോഫോളൊക്കെ ഉണ്ടാവും. पांडव टेम्पल है जो पहले कई पांडव आए थे ना महाभारत के ज़माने में, उन्होंने लिए बनाया था पांडव टेम्पल। ഒരുപാട് ഫിലിംസിൽ കണ്ടെങ്കിലും ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ മഞ്ഞ് മൂടിയ ഏരിയയിലൂടെ ഇങ്ങനെ നടക്കണം, ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെയുള്ളത്. എൻ്റെ എല്ലാം ഇതിൽ അത് സാധിച്ചു. അതിന് എത്ര തണുപ്പുണ്ടെങ്കിലും ഞങ്ങളത് സഹിക്കും. കാരണം അത് വല്ലാത്തൊരു ഫീലാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ ATV ബൈക്ക് റൈഡ് ചെയ്തു. എല്ലാവരും കുറച്ച് നേരം സിംഗിളായിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ATV ബൈക്ക് റൈഡ് ചെയ്തു. അതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ച് ATV ബൈക്കിൽ തന്നെ ഞങ്ങൾ താഴേക്ക് ഞങ്ങളെ കാർ പാർക്ക് ചെയ്ത ഏരിയയിലേക്ക് പോവാം കേട്ടോ. ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് ഞങ്ങൾ ATV തുടങ്ങി അവിടത്തേക്ക് തന്നെ നേരെ ഡയറക്റ്റ് പോയി. അങ്ങനെ കാറിൽ കയറി മക്കളൊക്കെ നല്ല ഉറക്കിലാണ്, ശരിക്കും നല്ല ടയേർഡായി. അങ്ങനെ ഇന്നത്തെ ഒരു അടിപൊളി ദിവസം ഇവിടെ അവസാനിച്ചു. അന്ന് രാത്രി നമ്മൾ സ്റ്റേ ദൽ ലേക്ക് ശ്രീനഗർ ഹൗസ് ബോട്ടിലാണ്. അതിന് തൊട്ടടുത്തുള്ള വൺ ഓഫ് ദി ഫേമസ് ഫ്രഞ്ച് ബേക്കറിയായ ഡി ഇറ്റലീസ്, അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് പാസ്ട്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് പോയി. ഏത് ടൈമിൽ വന്നാലും ഇവിടെ നല്ല ക്രൗഡ് കേട്ടോ. കാരണം ഇത് വൺ ഓഫ് ദി ഫേമസ് ബേക്കറിയാണ്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഫേമസ് ആണ് ഇവരെ പാസ്ട്രീസും കാര്യമൊക്കെ. It's also nice. So you this pineapple, then Which one? the marble and the coffee. ഇതാ മോൾക്ക് അല്ല പാലസ്. കോലു പാലസ്. നമ്മൾ ഇന്നത്തെ സ്റ്റേ വരുന്നത് ഹൗസ് ബോട്ടിലാണ്, കോലു പാലസ് എന്നുള്ള. അപ്പോൾ അതിൽ ഷിക്കാര റൈഡിൽ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകണം. അപ്പോൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ലഗേജും കാര്യമൊക്കെ അവിടെ വെച്ച് അവിടെ സ്റ്റേ. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് നല്ല തണുപ്പുണ്ട്. ബാക്കിൽ കാണുന്ന കുറേ ഹൗസ് ബോട്ട്സ്.
തണുത്ത് പറക്കറിയില്ല साइड में जा रहे यार चेक करो कितना लगेगा നമ്മൾ ഇതിലാണ് വന്നത് सुबह शिकारा में घूमना है അങ്ങ് അവിടുന്ന് ഷിക്കാരയിൽ ഞങ്ങൾ ഇവിടെ ഹൗസ് ബോട്ടിലേക്ക് വന്നു चलिए चलिए आप കേരളത്തിനൊരു ലിവിങ് റൂം പോലത്തെ ഉണ്ട് ലിവിങ് റൂം ആയിട്ട് പിന്നെ നേരെ ഒരു നല്ല അടിപൊളി ഡൈനിങ് റൂം ഉണ്ട് അവിടെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട് പിന്നെ ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ഇതാ ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് ഇതൊരു വലിയ റൂമുണ്ട് ഡബിൾ വരുന്ന ഇതാണ് വാഷ്റൂം നല്ല ക്ലീൻ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ക്ലീൻ വാഷ്റൂം ബാത്ടബും കാര്യങ്ങളും ഉണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു കാരണവശാലും ഹൗസ് ബോട്ട് ഈ പീക്ക് തണുപ്പുള്ള സമയത്ത് സെലക്ട് ചെയ്യാൻ പാടില്ല കാരണം ഞങ്ങൾ അനുഭവിച്ചിരുന്നു അത്രക്കും എക്സ്ട്രീം കോൾഡായിരുന്നു ഹൗസ് ബോട്ടിൽ ഉണ്ടായത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ ഹീറ്റർ ഉണ്ടായിരുന്നു ബെഡിൽ ഹീറ്റർ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ബട്ട് രാത്രി ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല ഓൾറെഡി നമ്മൾ -5 -4 ഡിഗ്രി അങ്ങനെ എന്തോ ആയിരുന്നു ആ ടൈമിൽ ഉണ്ടായത് അപ്പോൾ ഹൗസ് ബോട്ടിൽ ഹീറ്ററും കൂടി ബന്ധാകുന്ന സമയത്ത് കംപ്ലീറ്റ് തണുപ്പായിരുന്നു ബെഡിലായിക്കോട്ടെ വെള്ളം ഒന്ന് തൊടാൻ വരെ പറ്റിയിട്ടില്ല സോ ഒരിക്കലും ഈ വിൻ്റർ സീസണിൽ ഹൗസ് ബോട്ട് പ്രിഫർ ചെയ്യാൻ പാടില്ല കാരണം ഇലക്ട്രിസിറ്റി മിക്ക ദിവസങ്ങളിലും പോകുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മളെ കാശ്മീർ ട്രിപ്പിൻ്റെത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു 4 മണിയാകുമ്പോൾ എണീറ്റ് 5 മണിയാകുമ്പോഴേക്കും നമുക്ക് എയർപോർട്ടിൽ പോകാൻ ഉണ്ടായത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടെന്ന് പറയാം ഹൗസ് ബോട്ടിൽ നിന്ന്. So thank you so much for watching our Kashmir vlog. Thank you.